ഈ എസ്ഐറ്റിൽ വരുന്ന ഗർഭിണികൾ സ്ത്രീകൾക്ക് അവിടെ സ്കാനിങ്ങിന് ഒരുപാട് പരാതിയുണ്ട്. സ്കാൻ ചെയ്യാൻ പറ്റില്ല, എല്ലാം പുറത്ത് കൊടുക്കുകയാണ്. അത് പുറത്തുള്ള പ്രൈവറ്റ് സ്കാനിങ് സെൻറ്ററിന് സഹായിക്കാൻ വേണ്ടിയാണോ? ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ നവജാത ശിശു ജനിച്ചപ്പോൾ വൈകല്യത്തോട് ജനിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് പരിശോധിക്കുമ്പോഴാണ് ഇത് എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഒരു സ്കാനിങ് യൂണിറ്റ് ഇല്ല. മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടാണ് ആ രോഗികൾക്ക് MRI, CT അതുപോലെ എടുക്കുന്നത്. അൾട്രാസൗണ്ടിന് ഒരു മിഷൻ KHRWSൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു മിഷനാണുള്ളത്. അത് 2 മണി വരെ മാത്രമായി എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന രോഗികൾക്ക്, കുട്ടികൾക്കായാലും ഗർഭിണികൾക്കായാലും മറ്റു സ്ത്രീകൾക്കായാലും അവർക്ക് പുറത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. മെഡിക്കൽ കോളേജിലുള്ള ഒരു MRI, CT എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ 5 ആശുപത്രിയിൽ നിന്നുള്ള രോഗികളാണ് അവിടെ വരുന്നത്. മെഡിക്കൽ കോളേജ്, SIT, ദന്തൽ കോളേജ്, കണ്ണാശുപത്രി, പുലയണക്കോട്ട TB ഹോസ്പിറ്റൽ. അപ്പോൾ ഇത്രയും അധികം രോഗികൾ വരുമ്പോൾ അതിൽ 5% പേർക്ക് പോലും അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നില്ല. അവർ പുറത്ത് വലിയ തുക നൽകി ഈ സ്കാനിങ്ങൾ എടുക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ കഴിഞ്ഞ 2021 ആശുപത്രി വികസന സമിതിയുടെ ഒരു യോഗം, കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം, അതിൽ MLA ഉണ്ട്, സ്ഥലത്തെ കൗൺസിലറുണ്ട്, മറ്റ് വിവിധ HODമാരുണ്ട്, സൂപ്രണ്ട്, പ്രിൻസിപ്പാൾ ഉള്ളവർ എല്ലാവരും ഉൾപ്പെടുന്ന ആശുപത്രി വികസന സമിതി SITയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഒരു MRI, CT, അൾട്രാസൗണ്ട് യൂണിറ്റ് ആരംഭിക്കുവാൻ തീരുമാനിച്ചു. തുടർന്നുള്ള 22, 23, 24 വർഷങ്ങളിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും DMI ആയിട്ട് ബന്ധപ്പെട്ടും പ്രിൻസിപ്പൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നിരവധി ഫയലുകൾ കൈമാറിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം അടിയന്തരമായി തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അവസാനം ഈ SITക്ക് വേണ്ടിയുള്ള ഈ MRI യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു 1200 സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു സ്ഥലം കണ്ടെത്തണം. സ്ഥലമില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പാൾ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രിൻസിപ്പാൾ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ട് 3 സ്ഥലങ്ങൾ കണ്ടെത്തി നൽകണം എന്നാവശ്യപ്പെട്ടു. അതിന് പ്രകാരം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ 3 സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ MRI, CT യൂണിറ്റ് ആരംഭിക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൂപ്രണ്ടിന് തിരഞ്ഞെടുക്കാം. പക്ഷേ നാളിതുവരെയും SIT സൂപ്രണ്ട് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തുവാൻ തയ്യാറായില്ല. ഇത് എന്തുകൊണ്ടാണ് സൂപ്രണ്ട് അവിടെ ഒരു യൂണിറ്റ് വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഒരു നിലപാടാണ്. അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു നിവൃത്തിയുമില്ലാത്ത 100 കണക്കിന് ഗർഭിണികളും സ്ത്രീകളും കുട്ടികളും ചികിത്സയ്ക്ക് വരുന്ന ഒരു സ്ഥാപനത്തിൽ MRI, CT യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിക്കുകയും സ്ഥലം വരെ കണ്ടെത്തുകയും ചെയ്തതിന് ശേഷവും അത് ആരംഭിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്ന് സൂപ്രണ്ട് മറുപടി പറയണം. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നിലപാട്, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. നിരവധി സംഘടന ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭവും അവിടെ പോസ്റ്ററുകളും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ആയാലും DMI ആയാലും പ്രിൻസിപ്പളായാലും ഇതിൽ ഇടപെട്ട് അടിയന്തരമായി, ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ കൗൺസിലറും MLA ഉൾപ്പെടെ ഉള്ളവർ ആ സ്ഥാപനം അവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നിരവധി കമ്മിറ്റികളിൽ ഇവരൊക്കെ തന്നെ ഇത് എന്തുകൊണ്ട് ആരംഭിക്കുന്നില്ല എന്ന് സൂപ്രണ്ടിനോട് ചോദിച്ചായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഭരണ സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്തെ അധികാരികൾ പറയുന്നത് പോലും അവിടെ നടപ്പാവുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് പാവപ്പെട്ട രോഗികൾക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നതിന് നമുക്ക് ആലപ്പുഴ കുട്ടിക്കുണ്ടായ വൈകല്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് നിലവിൽ സ്കാൻ എന്ന് പറയുന്നത് 2D സ്കാനാണ് എടുക്കുന്നത്. 2D സ്കാനിൽ ഇത് വൈകല്യങ്ങൾ, മൈന്യൂട്ടായ വൈകല്യങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ സംഭവിച്ചോ അതാണ്. അപ്പോൾ 4D എന്ന് പറയുന്ന പുതിയ സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തിയാൽ മാത്രമേ കുട്ടികൾക്ക്, ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള വൈകല്യങ്ങൾ കണ്ടെത്താൻ സാധിക്കൂ. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആശുപത്രികൾ, ഗർഭിണികൾ പരിശോധിക്കേണ്ട ഈ ആശുപത്രികളിലൊന്നും 4D ഈ സ്കാനിങ് ഇല്ല. അപ്പോൾ 4D സ്കാനിങ് ഉൾപ്പെടെ അത്യാധുനികമായ സ്കാനിങ് ഉപകരണങ്ങളോടുകൂടി SITയിൽ അടിയന്തരമായി ഒരു യൂണിറ്റ് ഉണ്ടാകണം. അതിനുവേണ്ടി ബന്ധപ്പെട്ട മന്ത്രി മുൻകൈ എടുക്കണമെന്നാണ് പറയുന്നത്.